1 2 3 4 1 2 3 4 അയ്യേ അച്ഛനെ ഇതിന്ന് ശരിയല്ല ഞാൻ കാണിച്ചതാ നോക്കൂ 1 2 3 4 1 2 3 4 1 2 3 4 1 കൈ വെക്കൂ ഈ കൈ വെക്കൂ കാല് വെക്കൂ വീടൊക്കെ വെക്കൂ പൊക്കു സ്വല്പം കൂടി അതെ എനിക്കും കൂടി ഒന്ന് പഠിപ്പിച്ചു തരും മാസ്റ്റർ. നീ പഠിച്ചെടുത്തോളം മതി, നീ ചെയ്യുന്നൊക്കെ ശരിയാ, അത്ര മതി. ഇത് ഇതാ അയ്യോ ഞങ്ങൾ എന്ത് ചെയ്യണം? പോസ് കൊടുക്കൂ, കൂടെ ഇരിക്കൂ. ഒന്ന് നിൽക്കണേ, ഒന്ന് നിൽക്കൂ. ചോക്രി അതല്ല എന്റെ പേര് പ്രിയ. പ്രിയ, നീ ആ കൃഷ്ണകുമാറിന്റെ മകളല്ലേ? അതെ. ഇങ്ങ് വാ, ഞാൻ നിനക്ക് വേണ്ടപ്പെട്ടവളാ. എനിക്ക് സമയമില്ല. അവർക്ക് സമയമല്ല പോലും. ക്ലാസ് എടുക്കും, കുപ്പി എടുക്കരുത്. ചോക്രി ഇവിടെ വരൂ. നീയും ആ കൃഷ്ണകുമാറിന്റെ മകളല്ലേ? ഇങ്ങ് വാ, കേറി വാ. എന്താ കുട്ടി ഈ കൈ കുറിച്ചതാവട്ടെ, കണ്ടോ? അച്ചോ കുറച്ച് ഒന്ന് പറയൂ. പറഞ്ഞോളൂ, സ്വന്തം ശരീരല്ലോ. എന്താ അത്? ഒറ്റടിച്ചു അവിടെ നോക്കിക്ക്. എപ്പോഴും ഇങ്ങോട്ട് നോക്കിക്കണം. പറഞ്ഞോളൂ, വളഞ്ഞോളൂ. അല്ല അടിക്ക്. 1 2 3 4 1 2 3. ചേച്ചി നല്ല സ്റ്റുഡന്റ്, നല്ല ഷേപ്പ്, തബല. വയസ്സ് 45 ഇനി തബലയും കൂടി വായിക്കണ്ടുള്ളൂ. നിനക്ക് ഉഷയുടെ ഛായ കൂടുതൽ, മറ്റവള് അവളുടെ തള്ളയെ പോലെയാ. നിങ്ങൾ ആരുടെ കാര്യ പറയുന്നത്? നിന്റെ ചേച്ചിയുടെ കാര്യം. അവളല്ലേ നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയുടെ മകൾ. ആദ്യത്തെ ഭാര്യയോ? എന്റെ അച്ഛന് ഒരു ഭാര്യയുള്ളൂ, അതെന്റെ അമ്മ. എന്റെ അമ്മയുടെ ആദ്യത്തെ മകളാണ് ചേച്ചി, ഞാൻ രണ്ടാമത്തെ. ഓഹോ, അപ്പൊ നിങ്ങൾക്കാർക്കും അക്കാര്യം അറിയാൻ മേല അല്ലേ? ഇടി മണ്ടി, നിന്റെ അച്ഛൻ നേരത്തെ ഒരു കല്യാണം കഴിച്ചതാ. അവൾ കാശ്മീരിലുണ്ട്, എന്റെ കൂട്ടുകാരിയാ. അവിടുന്നാ ഞാൻ വരുന്നത്. അതുകൊണ്ടല്ലേ നിന്റെ അമ്മയ്ക്ക് എന്നെ കണ്ടുകൂടാത്തത്. അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറി വന്നപ്പം ആളില്ലെന്നും പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു കളഞ്ഞു. കൊച്ചേ, നില്ലടി കൊച്ചേ, ഞാൻ മുഴുവനും പറഞ്ഞില്ല. കൊച്ചേ, ഞാൻ മുഴുവനും പറയുന്നതിന് മുമ്പ് അവളങ്ങ് പോയി. അവളല്ലേ നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മോള്. അവളല്ലേ നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മോള്. അവളല്ലേ നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഭാര്യയിലുള്ള മോള്. എടാ, പുറത്തേന്ന് പിടിവിടാനാ പറഞ്ഞത്. ഇതെനിക്കും വലിയ പുറത്തുള്ളതാ. വലിയ പേരൊന്നും എഴുതിയിട്ടില്ല, എനിക്ക് വേണം. ഇടേറ്റ് വിട്. എന്റെ പൊന്നു പ്രഭ, ഒന്ന് നിർത്ത്. എന്തൊരു ശല്യമാ ഇത്? ഞാനല്ലേ ശല്യം, വേറെ ചിലരാ. നീ പറയുന്ന അനുസരിച്ച് ഒരു വക പഠിക്കത്തുമില്ല, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തുമില്ല. ചേച്ചിനെ ഭരിക്കാനൊന്നും വരണ്ട, ഞാൻ എന്റെ അനിയനുമായി വഴക്കൂടും. ആർക്കാ നഷ്ടം? പ്രിയേ മോളെ,
ഒന്നിവിടെ വരൂ. അച്ഛന്റെ സ്ലൈഡ് റൂം കാണുന്നില്ല അത്രേ. ഒന്ന് എടുത്തു കൊടുക്കുമ്പോളെ വരുന്നമ്മേ. പ്രിയ പ്രിയ പ്രിയ, എല്ലാവർക്കും എന്തിനൊരു പ്രിയ. വല്യേച്ചിക്ക് എന്താ കുറ്റം? കൊച്ചേച്ചി വെറും അസൂയക്കാരിയാ. നീ വല്യേച്ചിന്നും പറഞ്ഞിരുന്നോ? ഒടുവിൽ നിനക്ക് ഞാനേ കാണൂ. ഓ പിന്നെ കാറിൽ കയറി കഴിഞ്ഞ് എന്നാ നിന്റെ ചേച്ചിനോട് പറഞ്ഞത്? രവിയേട്ടനോട് സംസാരിച്ചതിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അവളോട് പറഞ്ഞേരെ, വേണ്ടി വന്നാൽ ഞാൻ അവളുടെ കയ്യിലും കടന്നു പിടിക്കുമെന്ന്. അയ്യോ വേണ്ട, അച്ഛൻ അറിഞ്ഞാൽ എന്നെ കൊന്നു കളയും. നിന്റെ അച്ഛനെ അയാളുടെ ബിസിനസ് ചെയ്ത് വിലയ്ക്ക് വാങ്ങാൻ എന്റെ ഒരു വർഷത്തെ പോക്കറ്റ് മണി മതി. അങ്ങനെയൊന്നും പറയരുത്. എന്റെ അച്ഛനെ ഒന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. മോളെ, നിന്റെ ചേച്ചിയെ ഞാൻ വരച്ച വരയിൽ കൊണ്ടുവരും, മനസ്സിലായോ? സാറിവിടെ വര വരയ്ക്കാൻ പോകുന്നു. വരയോ? നിന്റെ നെഞ്ചത്ത് തന്നെ. അതില് സൗകര്യം നിന്നെ ജനിപ്പിച്ചവൻ നെഞ്ചത്ത് വരയ്ക്കുന്നതല്ലേ? വേണ്ട സുനിൽ, വേണ്ട സുനിൽ, ഇവിടെ വെച്ച് ബഹളം ഉണ്ടാക്കരുത്. ആൾക്കാർ കൂടും. പ്രഭേ, അച്ഛന്റെ പേര് ചീത്തയാക്കാൻ തന്നെയാണ് നിന്റെ പുറപ്പാട്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നീ ആരാ എന്നോട് ചോദിക്കാൻ? എന്താടി നീ എന്നെ വിളിച്ചത്? നീ എന്നോ? വാടി ഇവിടെ, ഇവിടെ വാ. ഇന്നെല്ലാം അമ്മയോട് പറഞ്ഞു കൊടുത്തിട്ട് തന്നെ കാര്യം. അമ്മയോട് പറയും പോലും. ആരുടെ അമ്മ? നിന്റെ അമ്മയോട് കാര്യം പറയാൻ അങ്ങ് കാശ്മീരിൽ പോണം. എന്റെ അമ്മയുടെ മൂത്ത മകൾ ഞാനാണ്. വലിഞ്ഞു കയറി വന്നവൾ എല്ലാവരും ഭരിക്കുന്നു. ആ സത്യഭാമ ടീച്ചർ എന്നോട് എല്ലാം പറഞ്ഞു. നീ എന്റെ സ്വന്തം ചേച്ചിയൊന്നുമല്ല. നിന്റെ അമ്മ വേറെ, എന്റെ അമ്മ വേറെ. ഞാനാ ഉണ്ണിയുടെ മിനിയുടെ സ്വന്തം ചേച്ചി. ഇനി മുതൽ എന്റെ അമ്മ ഞാൻ പറയുന്നത് കേൾക്കൂ. നിൽക്കൂ.